under the boughs where the shadows play. The wind hums songs at the break of day. വിഷു ആവാറായി. അപ്പോൾ വിഷുവിന് മുൻപുള്ളൊരു ചെറിയ ഗ്ലോ അപ്പ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ടാണ്. അപ്പം അത് ചൂടുവെള്ളം കുടിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കാം. പിന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഇത്. 2 പേർഷ്യൻ ക്യാറ്റ്സിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവരുടെ ഒപ്പമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ചായ ഉണ്ടാക്കാൻ പോയി. ചായ കുടിച്ചാലാണ് എനിക്ക് എല്ലാത്തിനും ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ചായ ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ ഒരു ഫേവറേറ്റ് TV ഷോ കുറച്ച് നേരം കണ്ടു. ഇനി നമുക്ക് സെൽഫ് കെയറിലേക്ക് കടക്കാം. നമുക്കാദ്യം മൈൻഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം എനിക്ക് ലൈഫിൽ വന്ന മെയിൻ ചേഞ്ച് എന്ന് വെച്ചാൽ ജോലി ക്വിറ്റ് ചെയ്ത് ഞാനിപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തു, വീണ്ടും ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കോളേജിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രഷറും പിന്നെ സ്റ്റഡീസും പിന്നെ കോളേജിൽ നിന്ന് വീട്ടിൽ തമ്മിലുള്ള ഡിസ്റ്റൻസും ട്രാവലിങ്ങും അതിൽ നിന്ന് തന്നെ പോകുന്ന കുറേ ടൈം വേസ്റ്റ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡാണ്. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലേക്ക് പോകുമ്പം അങ്ങനെയൊക്കെ എനിക്ക് കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്നത് ജേർണലിംഗ് ആണ്. ജേർണലിങ്ങിൽ ഞാൻ എനിക്ക് എന്താ തോന്നുന്നത്, എൻ്റെ മൈൻഡിൽ എന്താ ഉള്ളത് ഒക്കെ ഞാൻ എഴുതും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മൈൻഡിനെ നല്ലോണം ഡീക്ലട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ കെയറിലോട്ട് കിടക്കാം. ഇതെന്തായാലും ഒരു വിഷു തീമിലുള്ള ഗ്ലോ അപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളവും പിന്നെ ചെമ്പരത്തിയുടെ ഇലയും പൂവും പിന്നെ കുറച്ച് കറിവേപ്പിലയുടെ ഇലകളും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ടാണ് ഞാൻ അടിച്ചത്. ഇവിടെ കല്ലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ആ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഇത് ഞാനൊരു ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പോകണം. കാരണം ഇത് തലയിലും നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് ഇത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഹെയർ നല്ലോണം ഓയിൽ ചെയ്ത് എണ്ണയൊക്കെ തേച്ച് പിന്നെ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലീൻ സ്കാൽപ്പിലോട്ടാണ് നമ്മൾ ആക്ച്വലി ഈ മാസ്ക് ഇടുന്നത്. അപ്പം പിന്നെ ഇതൊരു ഒക്കെ ഇട്ട് നമുക്കൊരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് ഹെയറൊക്കെ നല്ലോണം കവർ ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. Gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune. Caught in the rhythm of the stars and the moon. Teach me the language of rustling. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കിടക്കാം. അപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പാലും പിന്നെ നാട്ടിൽ പോയപ്പോൾ ഞാനത് കുറച്ച് കസ്തൂരി മഞ്ഞളും പിന്നെ രക്തചന്ദനത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ആയുർവേദ കടയിൽ നിന്ന്. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ ആദ്യം മിക്സ് ചെയ്തത്. പിന്നെ കുറച്ച് വെള്ളം പോലെ ആയപ്പം ഞാൻ പിന്നെ കുറച്ച് ഓറഞ്ച് പീൽ പൗഡറും കൂടി ഇട്ടിട്ട് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് നല്ലോണം വാഷ് ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു സ്ക്രബ് കെമിസ്റ്റെക്ലേയുടെ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫേസൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് കഴുത്തിലും നമ്മുടെ മുഖത്തൊക്കെ നല്ലോണം ഇട്ടതിന് ശേഷം ബാക്കി വന്നത് ഞാൻ കുറച്ച് കയ്യിലും ഇട്ടു. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. പിന്നെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു. എനിക്ക് എന്തായാലും ഈ ഹെയർ പാക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ പരിപാടിയിൽ. കാരണം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം താളി ഉപയോഗിക്കണം. അപ്പോൾ തലയ്ക്കൊക്കെ നല്ല കൂളിംഗ് സെൻസേഷൻ ആയിരുന്നു. എന്തായാലും നല്ല ചൂടല്ലേ പുറത്തൊക്കെ. പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ സ്കിൻ കെയറും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓവറോൾ എനിക്ക് മൊത്തത്തിലൊന്ന് ഞാൻ ഗ്ലോ അപ്പ് ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.